തീർച്ചയായും തിരച്ചിൽ നിർത്തുന്ന സാഹചര്യമുണ്ടായി അൻസില. കുട്ടിയെ കണ്ടെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടി. അത് ആശ്വാസകരമായ വാർത്തയാണ്. ഈ ആശ്വാസകരമായ വാർത്ത ഞാൻ പങ്കുവെക്കുമ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് താനൂരിലെ 22 പേരുടെ ജീവൻ എടുക്കാൻ കാരണക്കാരനായ ആ ബോട്ട് ഉടമയുടെ വീടിന് ഫ്രണ്ടിലാണ്. ഈ കാണുന്നത് താനൂർ പോലീസ് സ്റ്റേഷനാണ് കാണുന്നത്. താനൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു മതിലിനോട് ചേർന്നാണ് ഈ ബോട്ട് ഉടമയുടെ വീട്. ഈ കാണുന്ന വലിയ സൗകര്യത്തിലാണ് അയാൾ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ബോട്ടുടമയുടെ ഇവിടെ പുറത്ത് ജീപ്പും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പുറത്ത് ചെരുപ്പുകളൊക്കെ തന്നെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പുറത്ത് നിന്നും ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാനെ കൊണ്ട് കഴിക്കും ഒരു വലിയ ഒരു വീട് തന്നെയാണ് ഈ ബോട്ടുടമയുടെ വീട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ജീപ്പ് കാണാൻ പറ്റുമെന്നാണ് ഞാൻ തോന്നുന്നത്. ഈ ക്യാമറയിൽ കൂടെ ഇവിടെ ചുറ്റും വീടിന് ചുറ്റും അവർ ക്യാമറ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറയിലൂടെ ബോട്ടുടമയുടെ ബന്ധുക്കൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെയും ഇപ്പോൾ നിരീക്ഷിക്കുകയാണ്. ഈ വീടിനും പോലീസിൻ്റെ ഒരു കാവലുണ്ട്. കാരണം ഇന്നലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സംരക്ഷണം ഇപ്പോൾ ഈ വീട്ടുകാർക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ഇയാളുടെ സഹോദരൻ, ഈ നാസറിൻ്റെ സഹോദരനെയും ഡ്രൈവറിനെയും അടക്കം പിടികൂടി എന്നൊക്കെ ഉള്ള തരത്തിൽ എറണാകുളത്ത് നിന്ന് പിടികൂടി എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്ത് വന്നിരുന്നു. ആ നാസറിൻ്റെ ജീപ്പാണ് അവിടെ കാണുന്നത്. ജീപ്പിനൊപ്പം തന്നെ ഒരു സ്കൂട്ടറും ഒരു സൈക്കിളും ഉണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവാസിയായിരുന്നു ഈ നാസർ. പ്രവാസിയായ നാസർ സൗദിയിലായിരുന്നു നാസർ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും നിരവധി പേരെ ജോലിക്കൊക്കെ വിടുകയും ഒപ്പം തന്നെ നിരവധി പേരെ ജോലിക്കൊക്കെ അയക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ ഈ അപകടം നടന്നത് 7:30-ക്ക് അപകടം 6:30-ക്ക് അപകടം നടക്കുന്നു. 6:30-ക്ക് അപകടം നടക്കുമ്പോൾ താനൂർ പോലീസ് സ്റ്റേഷൻ്റെ പോലീസിൻ്റെ മൂക്കിന് താഴെ ഇത്രയും വലിയ പ്രതി ഉണ്ടായിട്ട് ആ പ്രതിയെ സമയത്ത് പിടികൂടാനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ള തരത്തിലുള്ള വലിയ വേദനാജനകമായ കാര്യങ്ങളും കാണുന്നു. ഇത് ആ പ്രതിയുടെ വാഹനമാണ് ഉള്ളത്. ഏതായാലും ഈ വീടിന് സമീപം ഈ നാസറിൻ്റെ ഗുണ്ടകളടക്കമുള്ള ആളുകളെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കാരണം ഇയാൾക്ക് രാഷ്ട്രീയത്തിലടക്കം വലിയ രീതിയിലുള്ള സ്വാധീനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പരിസരത്ത് ഗുണ്ടകളെ അടക്കം വിന്യസിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനു മുൻപ് നിരവധി പരാതികളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ആ പരാതികൾ ഉയർന്നിട്ട് പോലും വേണ്ടത്ര നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. വിവിധ പാർട്ടികളുമായുള്ള ആത്മബന്ധമാണ് ഈ നടപടിയെടുക്കാൻ കാരണമില്ല എന്നുള്ള, അതായത് നടപടിയെടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആ കാരണങ്ങൾ കൊണ്ടാണ്. അതായത് ഈ രാഷ്ട്രീയ ബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നടപടി എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. ആ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ, താനൂർ പോലീസ് സ്റ്റേഷൻ. ആ താനൂർ പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് ഒന്ന് നടക്കാവുന്ന ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ശക്തമായിട്ടുള്ള ഒരു പോലീസ് സംവിധാനം, കാരണം ഞങ്ങൾക്ക് ചുറ്റും പോലീസ് സംവിധാനം തെലങ്ങും വലങ്ങും പോകുന്ന ഒരു സാഹചര്യം. പോലീസ് ജീപ്പുകൾ തെലങ്ങും വിലങ്ങും പോകുന്നു, ബസ്സുകൾ തെലങ്ങും വിലങ്ങും പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഈ പ്രദേശവാസികളൊക്കെ തന്നെയാണ് ഈ പോകുന്നത്. ഇന്നലെ ഇതേപോലെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതിയെ പിടികൂടാനെ കൊണ്ട് കഴിയുമായിരുന്നു. ഇയാളുടെ സഹോദരനടക്കം ഇപ്പോൾ എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നും ഈ നാസറിൻ്റെ മൊബൈൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നമുക്ക് വിശ്വസനീയമായ മേഖലകളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. സ്ട്രൈക്കിംഗ് ഫോഴ്സ് അടക്കം കോഴിക്കോട് നിന്ന് പോലീസിൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് അടക്കം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്, ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും അതിദാരുണമായ സംഭവം, ഒപ്പം തന്നെ ആശ്വാസകരമായ കാര്യമാണ്. ആ കുട്ടിയെ കിട്ടിയെന്നുള്ളത് ആശ്വാസകരമായ കാര്യവും കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ആ വീടിനകത്ത് നമ്മൾ കയറി പ്രവേശിച്ചിരിക്കുകയാണ്. വീടിന് അകത്ത് നിന്നുള്ള ആ ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ ബന്ധുക്കളുടെ വിവരങ്ങളൊക്കെ ആരായാൻ ശ്രമിക്കുമ്പോൾ പോലും ഇവിടെ ആരുമില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒക്കെ തന്നെയാണ് നാട്ടുകാർക്കുമുള്ളത്. കാരണം നിരവധി തവണ പരാതികളൊക്കെ കൊടുത്തിട്ടും പരാതികൾ ഗൗനിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്നലെ ഒരു സംഘം ആളുകളുടെ നേതൃത്വത്തിൽ ഈ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ
അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്നലെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. താനൂർ പോലീസ് സ്റ്റേഷൻ തൊട്ട് അടുത്താണ്, പോലീസിനെയും അത് വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന 4 പേരുടെ നില ഗുരുതരമാണ്. ഇതിനകത്ത് ഈ 4 പേരും ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഈ 4 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയെ ഒരു കാണാതായ കുട്ടിയെ കണ്ടെത്തിയെന്നും ആ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നുള്ള തരത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. അല്പം മുൻപ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നേവി അടക്കമുള്ളവർ തെരച്ചിൽ നിർത്തുന്ന സാഹചര്യമാണുള്ളത്. ദുരിതകർമ്മ സേനയുടെ 60 അംഗ യൂണിറ്റ്, തൃശ്ശൂരിലെത്തിയ 60 അംഗ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് രാവിലെ തെരച്ചിൽ നടത്തിയത്. നേവിയുടെ 2 ഹെലികോപ്റ്റർ അടക്കം പരിശോധന നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും കുട്ടിയെ കിട്ടിയിരിക്കുകയാണ്. മന്ത്രിതലത്തിൽ പറയുന്ന കാര്യം 37 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചെന്നും മരിച്ച ബന്ധുക്കളുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പഴുതടച്ചുള്ള അന്വേഷണം അത് ജുഡീഷ്യൽ അന്വേഷണം തന്നെയായിരിക്കുമെന്നാണ് പറഞ്ഞത്. 8 അംഗ മന്ത്രിസംഘ അംഗമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഈ 8 അംഗ മന്ത്രിസഭ ഇവിടെ താനൂരിൽ ഗസ്റ്റ് ഹൗസിൽ കൂടുകയും ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമാണ് ഈ 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുകയും ഒപ്പം തന്നെ ഈ മരിച്ച മരിച്ചവരുടെ ബന്ധുക്കളുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ നൽകാൻ കൊണ്ട് തീരുമാനിച്ചതും അതുതന്നെയാണ്. ഏതായാലും ആശുപത്രിയിലുള്ളവരുടെ നിലവിലത്തെ സാഹചര്യം വളരെ കുറവാണ്, ആശ്വാസകരമാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നാസറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. നാസറിൻ്റെ വീടിൻ്റെ മുൻപിലാണ് നമ്മളുള്ളത്. നാസറിൻ്റെ സഹോദരനും നാസറിൻ്റെ ഡ്രൈവറിനും പിടികൂടി എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻസില. ശരി, വ്യക്തമാണ് ജി. താനൂർ ബോട്ട് അപകടത്തിൽ ബോട്ടുടമ നാസറിന് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു താനൂരിൽ നിന്ന് അജി കുഞ്ഞുമോൻ. താനൂർ ബോട്ട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സാങ്കേതിക വിദഗ്ധരടക്കമുള്ള കമ്മീഷനെ ഇതിനായി നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യങ്ങളിൽ ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളടക്കം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ സാങ്കേതിക വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലേക്ക് സ്വാഭാവികമായ പോലീസ് അന്വേഷണം, ഇവിടെ ഉണ്ടായ കാര്യത്തേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുള്ള അന്വേഷണമായിരിക്കും നടക്കുന്നത്. ഒന്നുകൊണ്ടും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത